പൃഥ്വിരാജിൻ്റെ ഒരു നാച്ചുറൽ രീതി വരച്ചിട്ട് കൊണ്ടാവാൻ സാധ്യതയുണ്ട്. വിഷമം നല്ല ഒരു താല്പര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോഹൻലാൽ സ്വഭാവം എന്ന് വെച്ചാൽ അറിയാലോ, എല്ലാവരും ഒന്നും അങ്ങനെ ചില എൻ്റെ സൈഡിൽ ഇരുന്ന് കുറേമാര് കിടന്ന് ഉറങ്ങി. ചരിത്രം കാണിക്കുമ്പോൾ ചരിത്രമായിട്ട് തന്നെ കാണിക്കണം. അതായത് ആരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും തെറ്റില്ലെങ്കിലും. അന്നെല്ലാം നരേന്ദ്രമോദി അടക്കം എല്ലാവരും ഈ സിനിമേനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നമസ്കാരം. എമ്പുരാൻ 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 കഴിഞ്ഞ കുറച്ച് നാളുകളേറെയായി എമ്പുരാൻ സിനിമയാണ് ഇപ്പോൾ വാർത്തയിലെ താരം. റിലീസിന് മുൻപ് പ്രമോഷൻ പരിപാടിയിലൂടെയാണെങ്കിൽ ഇപ്പോൾ റിലീസിന് ശേഷം വിവാദങ്ങളിലൂടെയാണ് ചിത്രം താരമായി മാറിയിരിക്കുന്നത്. എന്നാൽ ഇത്രയധികം വിവാദങ്ങൾ നടന്നിട്ടും ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് പോലും ഇതുവരെ ഒരു വാക്കും മിണ്ടി എത്തിയിട്ടില്ല. നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം, ഈ എമ്പുരാൻ സിനിമയുടെ വിവാദങ്ങൾക്ക് പിന്നിലെ സത്യം എന്താണെന്ന്. എമ്പുരാൻ സിനിമയാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേപറ്റി ഒരുപാട് വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ വിവാദങ്ങൾക്ക് പിന്നിലെ സത്യം എന്താണെന്നാണ് ചിന്തിക്കുന്നത്? അത് ചോദിച്ചാൽ കഥയിലെന്തോ ട്വിസ്റ്റ് ഉണ്ടല്ല, ആർമിപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെ ഇറങ്ങി. പക്ഷേ മൂവി കണ്ടതിൽ നല്ല രസമുണ്ട്. എനിക്ക് ആ സിനിമയുടെയൊന്നും തോന്നുന്നില്ല, പ്രത്യേകിച്ച് നല്ല സിനിമയാണെന്ന് തോന്നിയിട്ടുള്ളൂ. അത് സിനിമയെ കണ്ടാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ വേറെ ഒന്നും. എനിക്ക് തോന്നുന്നു സിനിമയായിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. എനിക്കല്ലാതെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, സിനിമയായിട്ട് കാണാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. വിവാദമൊന്നുമല്ല, അത് സിനിമയായിട്ട് കാണണം. അത് പാർട്ടി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. സിനിമ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് സിനിമയിൽ എഴുതാമല്ലോ. ഇമാജിനേഷൻ എൻ്റെ സിനിമ. അപ്പോൾ നമ്മൾ ആ ഒരു സെൻസിൽ കാണണം. അല്ലാതെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിനിമയെ കാണാനും പറ്റില്ല, സിനിമ ചെയ്യാനും പറ്റത്തില്ല ആർക്കും. എനിക്കങ്ങനെയാണ് തോന്നിയത്. സിനിമ എനിക്കങ്ങനെ വലിയ പ്രശ്നവും തോന്നിയിട്ടില്ല. അതൊക്കെ ഓരോ ആൾക്കാരെ കാഴ്ചപ്പാട് പോലെയാണ് ഇരിക്കുന്നത്. എൻ്റെ ഇപ്പം ഇങ്ങനെ സിനിമകൾ ഇനിയും വരണം. ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ ഈ എമ്പുരാൻ തന്നെ ഇപ്പം BJP മാത്രമല്ല കോൺഗ്രസിനെയും അത്യാവശ്യം കളിയാക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും കളിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില്ലൻസമായിട്ട് നെഗറ്റീവ് ഷെയ്ഡ് വെച്ചിട്ടുള്ളത് BJPക്കാർക്കാണെന്നേ ഉള്ളൂ. അത് ഉള്ള കാര്യമായിട്ട് തന്നെ കാണിച്ചോളൂ, കുഴപ്പമില്ല. അതിപ്പോൾ പ്രത്യേകിച്ച് ലാലേട്ടനാവുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരഭിപ്രായമുണ്ട്. പക്ഷേ എന്താ പറയാനായിട്ടാ, പൊതുവെ അറിയാമല്ലോ, പൃഥ്വിരാജ് വന്നിട്ട് എല്ലാത്തിലും മുന്നിൽ ലാലേട്ടനെ പോലെ തന്നെ അതിനൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഹെയ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ വരാം. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമല്ല. ഫിലിം എന്തായാലും നെഗറ്റീവും പോസിറ്റീവും പറയുന്നവരുണ്ട്. അതിൽ കൂടുതലും നെഗറ്റീവായിരിക്കും. പക്ഷെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും മറ്റു കാര്യങ്ങൾ അറിയാം. അതിലിപ്പോൾ ഒരുപാട് രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ മോദി സർക്കാരിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ മാറ്റണം, അത് കട്ടാക്കണം എന്ന് പറയുന്നത്. ഫിലിമാണ് മാഡം, അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ്. സമൂഹത്തിൽ ഇപ്പോൾ എന്ത് കാര്യമൊന്നുമില്ല അതിനെപ്പറ്റി ഒരു വിവാദം നടത്തിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിനെയും പൊക്കി പിടിച്ച് വിവാദം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി ഇതാണ് അഭിപ്രായം. ഇപ്പോൾ ഒരു മൂവിയായിട്ട് കണ്ടാൽ മതി. അത് കൂടുതൽ അങ്ങനെ ഒരു രീതിക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മൂവി, ഒരു ഫിക്ഷൻ അല്ലേ അത്, അതിന് ആ രീതിക്ക് കണ്ടാൽ മതി. അല്ലാതെ അത്ര വലിയൊരു ഇതായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഈ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒരു ഇത്, നമ്മൾ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നത് വേറെ ഒരു ഇത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഏത് മൂവി കാണാൻ പോയിട്ട് അത് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമുക്കതൊരു നെഗറ്റീവ് ഇതായിട്ടേ തോന്നത്തുള്ളൂ. അവർ തന്നെ പറയുന്നുണ്ട് എക്സ്പെക്റ്റേഷൻ വെച്ച് പോയിട്ട് കാര്യമില്ല, ജസ്റ്റ് നിങ്ങൾ നോർമലി പോകുന്ന പോലെ ഫീലിൽ പോവുക, പടം കാണുക എന്നുള്ളത്. സോ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പോയി കാണുന്നത് തന്നെയാണ് നല്ലത്. അവരുടെ ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പിന്നെ അതിൽ നമ്മൾ കൂടുതൽ കൈകടത്താതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചരിത്രം കാണിക്കുമ്പോൾ ചരിത്രമായിട്ട് തന്നെ കാണിക്കണം. അതായത് ആരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും തെറ്റില്ലെങ്കിലും രണ്ട് ഭാഗവും കാണിക്കാനുള്ളൊരു ഉണ്ടാവണം, അത്രേ പറയുന്നുള്ളൂ. അത് ചുമ്മയാണ്. 3 പാർട്ടീനെ അതിൽ ഒരേപോലെയല്ലേ കുത്തിക്കാണെങ്കിൽ പിന്നെ എന്തിനാണ് കട്ട് ചെയ്ത് കളയണത്? ഒരാവശ്യമില്ല. മൂവി നല്ലതായിരുന്നു. നമ്മൾ മൂവി അതിൻ്റേതായ രീതിക്ക് കാണുക. പറഞ്ഞിട്ടുള്ളത് അത് നടന്ന കാര്യമല്ലേ അത് പറഞ്ഞിട്ടുള്ളത്. ഇത് കാണിച്ചതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ എടുക്കണമായിരിക്കും ബെറ്റർ. അങ്ങനെയാണെന്ന് വെച്ചാൽ പല രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചിട്ടും മോശമായ രീതിയിലും നല്ല രീതിയിലും പല സിനിമകൾ വന്നിട്ട് നമ്മളതിനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ കൊണ്ട് ചിലപ്പോൾ സപ്പോസ് കച്ചവട കേന്ദ്രമായിരിക്കാം, എല്ലായിരിക്കും. അല്ല, അതിപ്പോൾ നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാതെ നമുക്ക് പറയാൻ
പറ്റാത്തൊരു കാര്യമല്ലേ. സിനിമയിലുള്ള വിവാദം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. കാരണം ഇതിനേക്കാളും മുന്നേ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇതേപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിംഗ് തന്ത്രമായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ കൂടി സിനിമ നല്ല സിനിമയാണെന്നാണ് ഇപ്പോൾ കേട്ടറിവിൽ. അറിയാം സിനിമയിൽ പറയണ രാഷ്ട്രീയം എന്താണെന്ന്, അത് സത്യമായിട്ടുള്ള കാര്യമാണത്. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അത് 2002 ഗുജറാത്ത് കലാപം സംഭവിച്ചതെന്നും ഇപ്പം എന്താ ട്രെയിൻ കത്തിച്ച കാര്യം കാണിക്കുന്നുണ്ട് അതിലിപ്പം. അപ്പം അതിന് മുമ്പത്തുള്ള സീസൺ കാണിച്ചില്ലെന്നാണ് അവർ വിമർശിക്കുന്നത് ഇപ്പം. അപ്പോൾ അതിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ അവർ കേരള സ്റ്റോറി ഇറക്കിയിട്ടുണ്ട്. അന്നെല്ലാം നരേന്ദ്രമോദി അടക്കം എല്ലാവരും ഈ സിനിമേനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ സമയത്ത് വരുമ്പോൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഉള്ളിൽ തന്നെ അവർക്ക് ഭയമാണ് ആ സിനിമ രാഷ്ട്രീയം വീണ്ടും എല്ലാവരിലേക്ക് എത്തും എന്നുള്ള റീസൺ കൊണ്ടാണ് അവരങ്ങനെ എതിർക്കുന്നത്. ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ചരിത്രമാണല്ലോ. ചരിത്രം ആവർത്തിക്കുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്യുന്നത് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണ്. ലൂസിഫർ മൂവിയാണ് എമ്പുരാനാണോ ഇഷ്ടപ്പെട്ടത്? എനിക്ക് 2 മൂവീസും ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട ലൂസിഫർ ആണെന്നേ ഉള്ളൂ. എമ്പുരാൻ പറഞ്ഞത്ര ഹൈപ്പിനുള്ള ഒരു സംഭവമാണോ? ഇല്ല, എനിക്ക് മൂവി പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാനൊരു ചേർന്നോട്ടാണ് പോയി കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. മേക്കിംഗ് അടിപൊളിയാണ്. നല്ല സിനിമയായിരുന്നു. പിന്നെ ആദ്യം കണ്ട ലൂസിഫറിനെ കാട്ടിയും നല്ല സിനിമ. ഐക്കിന് പറ്റിയ സിനിമ തന്നെയായിരുന്നു. അടിപൊളിയാണോ? ലൂസിഫർ ആണോ ഇത് എമ്പുരാനാണോ നല്ലത്? ലൂസിഫർ ലൂസിഫർ ഹൈപ്പായിട്ട് വന്നിട്ടില്ല. പ്രതീക്ഷിച്ചപ്പോൾ എൻ്റെ അത്ര ഹൈപ്പില്ലായിരുന്നു. അത് കുഴപ്പമില്ല. എങ്കിലും ഒരു പ്രമോഷൻ പരിപാടികൾ പറഞ്ഞ അത്രയ്ക്ക് ഒരു ഹൈപ്പൊന്നും ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നില്ല. സാധാരണ പറയാം. ലൂസിഫർ ആണോ എമ്പുരാനാണോ നല്ലത്? അതെന്നൊക്കെ ലൂസിഫറാണ് നല്ലതെന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഇൻട്രസ്റ്റോടെ കണ്ട സെക്കൻഡ് ഹാഫ് കൊള്ളാമെന്ന് പറയും. എൻ്റെ സൈഡിൽ ഇരുന്ന് കുറേമാർ കിടന്ന് ഉറങ്ങി അവന്മാർ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സിനിമ കൊള്ളാം. തേർഡ് പാർട്ട് പക്ഷേ ലാസ്റ്റ് ഭാഗം ജസ്റ്റ് ഒന്ന് KGF പോലെ ആയി എന്ന് തോന്നി. ഒരു വിവാദം ഉണ്ടായപ്പം സിനിമയിലെ മെയിൻ ആക്ടറാണ് മോഹൻലാൽ. അദ്ദേഹം മാപ്പ് പറഞ്ഞു വന്നു. പക്ഷെ സംവിധായകനും നടനുമായി പൃഥ്വിരാജ് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. മേഡം, കാരണം അതൊരു സിനിമയാണ്. മോഹൻലാൽ മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല. അയാൾക്ക് കൊടുത്ത ക്യാരക്ടർ അയാൾ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി വിവാദം വരുന്നത് എന്തൊരു കാര്യത്തിനായിരുന്നാലും നല്ലതും ചീത്തയും അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് പേഴ്സണലി മോഹൻലാൽ പോലെ മാപ്പ് പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഓരോ മനുഷ്യനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അല്ലാതെ അതിൻ്റെ അകത്തൊരു വിവാദം കണ്ടെത്തി ആ സിനിമേനെ ഫ്ലോപ്പാക്കാൻ ശ്രമിക്കുന്ന വെറും നാടകമാണെന്ന് അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം മോഹൻലാൽ മാപ്പായിട്ട് തന്നെ പറയാൻ പറ്റില്ല. അത് കേരളപ്രകടനമാണ് പറയാനുള്ളത്. കേരളപ്രകടനം എന്ന് വെച്ചാൽ ഇപ്പം മോഹൻലാൽ കൂടെ തന്നെ ഇപ്പം കുറച്ച് ഫ്രണ്ട് സർക്കിളുണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ കുറേ വിഷമവും നല്ല ഒരു താല്പര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ സ്വഭാവം എന്ന് വെച്ചാൽ അറിയാമല്ലോ, എല്ലാവരും കുറച്ച് കൂട്ടുകൂടിയ ആ സ്വഭാവമാണ്. അപ്പോൾ പൃഥ്വിരാജ് ഇപ്പോൾ ഷെയർ ആക്കുന്നത് തന്നെ പൃഥ്വിരാജ് ഈ സമയത്ത് അയാൾക്ക് കയറേണ്ട കാര്യമില്ല. അത് അയാൾ ഇനി ഒരു പൊതുസമയത്തിന് അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ വന്നിട്ട് പ്രസ് മീറ്റ് വെക്കും മുരളി ഗോപിക്കായിട്ട്. മുരളി ഗോപിക്ക് എന്തായാലും ഇതിൽ ഉറച്ചിരിക്കുന്ന കാര്യം അയാൾക്കും താല്പര്യമില്ല, ഈ വെട്ടി മാറ്റിയില്ല. അപ്പം ആ ഒരു പ്രഷർ ഉള്ളതുകൊണ്ട് മാത്രം തന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളത്. സുരേഷ് ഗോപി പറയുന്നുണ്ട് ഇത് വെറും പണത്തിന് വേണ്ടിയിട്ടാണ്, കച്ചവടം മാത്രമാണ്, അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട്. നമുക്കറിയാം അദ്ദേഹം ഒരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടായിരിക്കും. മേഡം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും പറയുന്നത്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ മേഡം. ജസ്റ്റ് ഒരു സിനിമയായിട്ട് കാണേണ്ട കാര്യമുള്ളൂ അതിനെ. ചിലപ്പോൾ അദ്ദേഹത്തിന് വളരാൻ പറ്റാത്ത എൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. പടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാനാണെങ്കിൽ അവർ ഓൾറെഡി സിനിമയ്ക്ക് മുമ്പ് തന്നെ അവർ ഒരുപാട് പ്രൊമോഷൻസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് പടത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൃഥ്വിരാജിൻ്റെ ഒരു നാച്ചുറൽ രീതി വരച്ചിട്ട് അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സിനിമയ്ക്ക് ഇപ്പോൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈക്കയാണ്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അവർക്ക് ഇഷ്ടംപോലെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് രക്ഷയായിട്ട് വന്നത് വെച്ചാൽ ഗോകുലം ഗോപാലനാണ്. അപ്പോൾ ഗോകുലം ഗോപാലൻ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ ഇറങ്ങിയ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന പോലെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗോകുലം ഗോപാലൻ പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട് സീൻ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഗോകുലം ഗോപാലത്തിൽ നിന്നൊരു ആവശ്യം വന്നപ്പോൾ മോഹൻലാലും അവർ ഇത് തീരുമാനമാണ് കട്ട് ചെയ്യണം എന്നുള്ളത്. ഇത് കട്ട് ചെയ്തത് പൃഥ്വിരാജാണ് മുന്നിട്ട് ഇറങ്ങിയതെങ്കിൽ അയാളുടെ സിനിമയല്ലേ, അപ്പം ആരും കണ്ടില്ല എങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ മുന്നിട്ട് ഇറങ്ങിയത്. എല്ലാത്തിൻ്റെ ഇടയിലും ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അത് ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. സത്യം, ഏറെക്കുറെ സത്യമാണ്. വിവാദം അവർ ഉണ്ടാക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഇങ്ങനെ ഈ ഒരു മാപ്പും കൂടെ പറയില്ലല്ലോ. ഈ സിനിമയായിട്ട് കാണണമെന്ന് തന്നെയാണ് അഭിപ്രായം. സിനിമയായിട്ട് കാണണമെന്ന് തന്നെ രാഷ്ട്രീയം പറയണം. സിനിമ അങ്ങനെയാണ് എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റർടൈൻ മാത്രമല്ല വേണ്ടത്, രാഷ്ട്രീയം പറയണം. സിനിമയായിട്ട് കണ്ട എല്ലാവർക്കും സിനിമ ഒരു കഥയല്ലേ, അപ്പോൾ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഗുജറാത്ത് വിവാദം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്നോ നടന്നു. വേറെ സിനിമയിൽ കണ്ടെന്ന് പറഞ്ഞൊന്നും പറ്റാൻ പോകുന്നില്ല. സിനിമയായിട്ട് കണ്ടാൽ മതി, അതൊരു ഫിക്ഷൻ വേൾഡ് അല്ലേ, അതങ്ങനെ കണ്ടാൽ മതി.